ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീലയുടെ കുഞ്ഞമ്മണി ചേച്ചി വന്ന പാടെ പണി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. സുധന്റെ വാക്കുകൾ കേട്ടാണ് കുഞ്ഞമ്മണി ചേച്ചി കളിക്കുന്നതെന്ന് സുശീലക്ക് അറിയുന്നില്ല. വന്ന പാടെ സുശീലയെ കുപ്പിയിലാക്കുന്ന പരിപാടികളാണ് കുഞ്ഞമ്മണി ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം വന്ന പാടെ അനുഭവം എന്ന സ്ത്രീയെ കണ്ണെടുത്ത കണ്ടൂടാ എന്നുള്ള സത്യം കുഞ്ഞമ്മണി ചേച്ചിയോട് സുധൻ പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതൊന്നും സുശീലയ്ക്ക് അറിയില്ല. വന്നപാടെ അനുപമയെ അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ സുശീലയാണെങ്കിലോ താൻ ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണെങ്കിലും സുധനാണ് വിളിച്ചിട്ട് വന്നതെങ്കിലും കുഞ്ഞമ്മണി ചേച്ചിയോട് ആദ്യം നല്ല ദേഷ്യവും വാശിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങ് മറന്നു. കാരണം അനുപമ എന്നവളെ പുറത്താക്കാൻ ഏറ്റവും നല്ല ആയുധം ഈ പറയുന്ന കുഞ്ഞമ്മണി ചേച്ചി തന്നെ. അതുകൊണ്ട് ചേച്ചി ഒന്ന് വന്നേ, ചേച്ചിയുമായി കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ചേച്ചി അങ്ങ് കൊണ്ടുപോകണം കേട്ടോ. എന്നാൽ കുഞ്ഞമ്മണി ചേച്ചിയാണെങ്കിലോ ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ പരദൂഷണം കേൾക്കാനും ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കാനാണ് വന്നിരിക്കുന്നതെന്ന് സുശീലക്ക് അറിയില്ല. ഈ സമയം ഭാനുമ മുറുക്കിക്കഴിഞ്ഞ് ഭാനുമ എത്തുകയാണ്. അല്ല, രാഹുലത്തിന് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയാം. അതുമില്ല, ഇനി രാഹുലം കഴിഞ്ഞതിന് ശേഷമേ ഇനി നടക്കത്തുള്ളൂ. കാരണം സുശീലക്ക് പറ്റിയ ആയുധമാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അത് കേൾക്കുന്ന സത്യം പറയണ സോനയും പറയണ ശരിയാണ്. നമുക്ക് പറ്റിയൊരു സാധനം അനുചേച്ചിയെ മനഃപൂർവ്വം ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പദ്ധതികളാണ് ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടാവുള്ളൂ. അമ്മയുടെ ആ കൊണ്ടുപോക്ക് അതിനാണെന്ന് പറയണ കേട്ടോ. ഇതേ സമയം കുഞ്ഞമ്മണി ചേച്ചിയോട് പറയണേ, എൻ്റെ ചേച്ചിക്ക് എത്ര പെട്ടെന്നാണ് ഒരാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ അനുപമ എന്ന് പറയുന്നവളെ ചേച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലല്ലേ എന്ന് പറഞ്ഞത് കേട്ട ഉടനെ പിന്നെ അത് പറയാനുണ്ടോ? എനിക്ക് അവളെ കണ്ണെടുത്ത കണ്ടുടാ. അവളുടെ നോട്ടവും ഭാവവും രൂപമൊക്കെ കാണുമ്പോൾ സുശീല നീ എങ്ങനെയാണ് അവളെ സഹിക്കുന്നത്? എന്തൊരു സ്വഭാവമാണ്, എന്തൊരു വൃത്തികെട്ട ക്യാരക്ടറാണ് അവളുടെ എന്ന് പറയുമ്പോൾ സുശീലയ്ക്ക് ഏറെ സന്തോഷമാവണം കേട്ടോ. എൻ്റെ ചേച്ചി ഇവിടെയുള്ളവർമാർക്കൊന്നും അത് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും തെറ്റാണ്. അത് കേൾക്കുന്ന സുശീലയോട് പറയണേ, നീ പേടിക്കണ്ട, ഞാനുണ്ടല്ലോ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കി തരാം. നീ ഒരു പേടിയും പേടിക്കണ്ട. നിന്റെ മകന് എന്തായാലും നല്ലൊരു ബന്ധം കിട്ടിയില്ലേ, അതിനനുസരിച്ച് നോക്കുകയാണെന്ന് അവളൊക്കെ എന്ത് ഒരു നരുന്ത് പെണ്ണ്, അവളെപ്പോലെ ഒരു പെണ്ണിനെയാണല്ലോ ഇന്ദ്രനെ നീ കൈപിടിച്ച് കൊടുത്തത്. അതൊന്നും പറയണ്ട എൻ്റെ ചേച്ചി, കുഞ്ഞമ്മണി ചേച്ചി, അതൊന്നും പറയാതിരിക്കുകയാണ് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് സുശീലയുടെ വാക്കുകൾ കേട്ട് കുഞ്ഞമ്മണി ചേച്ചി എരിപിരിയുള്ള വാക്കുകളും പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. ഇതൊക്കെ കേട്ട് ഒത്തിരി സന്തോഷമാവുകയാണ് സുശീലയ്ക്ക്. കാരണം അനുപമയാണല്ലോ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്, സുശീലയല്ലല്ലോ. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷവതിയായിരിക്കുകയാണ്. ഈ സമയം സുധനാണെങ്കിലോ എൻ്റെ കണക്ക് കൂട്ടൽ ഒരിക്കലും കുഞ്ഞമ്മണി ചേച്ചി തെറ്റിച്ചില്ല. കുഞ്ഞമ്മണി ചേച്ചി വന്നപാടെ സുശീലയെ കയ്യിലെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് പോലെ ആ വിശ്വാസം കയ്യിലുള്ളത് വെച്ച് അങ്ങ് കളി തുടങ്ങാം എന്ന് അവരും ചിന്തിക്കുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇപ്പുറത്താണെങ്കിലും മന്ദാകിനി ചേച്ചിയും ഈ പറയുന്ന അമ്മാവനും സച്ചിക്ക് വലിയ തലവേദന തന്നെയാണ്. അങ്ങനെ മന്ദാകിനി ചേച്ചിയോട് പറയാണ്, രാഹുലം കഴിഞ്ഞു എന്നിട്ടും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നിങ്ങനെ അമ്മാവൻ പറഞ്ഞ ഉടൻ തന്നെ മന്ദാകിനി പറയാണ്, എന്ത് രാഹുല, അതൊന്നും ഇത്ര വലിയ വിശേഷമൊന്നുമില്ല, കല്യാണത്തിനൊന്നല്ലല്ലോ പോകണം, കല്യാണം തലേന്നല്ലേ, അതിനെന്താ അത്ര നോക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ അവിടെ ഗോകുലും ഈ പറയുന്ന സച്ചിയും സാവത്തൊക്കെ ആകെപ്പെട്ടു. അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ പോവാലോ എൻ്റെ മന്ദാകിനി ചേച്ചി, ഇനിയെങ്കിലും ഒന്ന് നമുക്ക് ഇറങ്ങിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഇറങ്ങാലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ അയ്യോ എൻ്റെ ഒരു സാധനം എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ് പിന്നെയും പിറകിലോട്ട് പോകുന്നു. പക്ഷേ തൻ്റെ ചേച്ചി ആയതുകൊണ്ട് തന്നെ തനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല, മിണ്ടാതെ നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. പക്ഷേ രണ്ടുപേരാണ് സച്ചിയുടെ അപ്പുറം ഇപ്പുറം വലം കൈയായി ചൊറിയാൻ നിൽക്കുന്നത്. ഇതേ സമയം മണ്ഡപത്തിൽ ആളുകൾ എത്തിത്തുടങ്ങി. പക്ഷേ ചെറുക്കൻ്റെ വീട്ടുകാരും എത്തിയിട്ടില്ല, പെണ്ണിൻ്റെ വീട്ടുകാരും എത്തിയിട്ടില്ല. കാരണം ഇപ്പുറത്തെ കുഞ്ഞമ്മണി ചേച്ചിയും അതുപോലെ തന്നെ അവർ ഊണ് കഴിച്ചും സുശീലയാണെങ്കിൽ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ എന്നെ മറന്നു പോയിരിക്കുന്നു. അനുപമയെ കുറ്റം പറയാൻ കിട്ടിയ അവസരം ഒരിക്കലും സുശീല അവിടെ വിടില്ല. അനുപമയെ കുറ്റപ്പെടുത്തുന്ന സംസാരങ്ങൾ സുശീലയും കൂടുതൽ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് സോന അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അമ്മേ, ഒത്തിരി നേരമായി, ഇനിയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടേ, അവിടെ പെണ്ണിൻ്റെ വീട്ടുകാരെത്തിയിട്ടുണ്ടോ, ഇത്ര നേരമായിട്ടും ചെറുക്കൻ വീട്ടുകാരെത്തിയില്ലെങ്കിൽ അതിൻ്റെ മോശം അമ്മേ നമുക്കല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ കുഞ്ഞമ്മണി ചേച്ചി പറയാണ്, അങ്ങനെയൊന്നുമില്ല, സത്യൻ എന്ന് പറയുന്നത് അവന് അങ്ങനെ ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നവനൊന്നുമല്ലല്ലോ, അവന് അവൻ്റേതായ ഒരു അന്തസ്സ് നിലയും വിലയുണ്ട്. ഇതിപ്പോൾ അവരുടെ ആവശ്യമില്ല, അവരുടെ മകളുടെ ജാതകം എന്തോ വശപിശകുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു ഞാൻ. അപ്പോൾ അവരല്ലേ നമുക്ക് വേണ്ടി എന്ത് സഹിക്കേണ്ടതെന്ന് പറയുമ്പോൾ സുശീലൊക്കെ അതും കൂടി ക്ലിയർ ആവണം കേട്ടോ. ശരി തന്നെ, നീ പറയുന്നത് പോലെ അങ്ങനെ പേടിച്ചു ഓടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളല്ലേ അവരെ നമുക്കല്ലല്ലോ ഇപ്പോൾ ഇവിടെ ഈ വിവാഹാലോചനയുടെ വലിയ നിർബന്ധം അവർക്കല്ലേ, അവരുടെ ആവശ്യമല്ലേ നമ്മുടെ സത്യനെ കിട്ടാൻ. സത്യൻ്റെ ജാതകം അത്രയും നല്ലതുകൊണ്ടായത്
നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ വീണിരിക്കുന്നു. എന്തൊക്കെയായാലും ഇനി എന്തൊക്കെ വരാനിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോഴേക്കും സത്യം പറയണം, അമ്മേ ഇനി മതി, വാ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുന്നു കേട്ടോ. എന്നാൽ ഈ സമയം വിവാഹ മണ്ഡപത്തിൽ ഇവർ രണ്ട് കൂട്ടരും ഒരുപോലെയാണ് എത്തുന്നത്. പക്ഷേ കല്യാണത്തിന് വിവാഹത്തിൻ്റെ തലേ ദിവസം ക്ഷണിച്ചവരെല്ലാം മണ്ഡപത്തിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ സച്ചിയുടെ അമ്മാവൻ പറയണേ, രാഹുകാലത്തിന് മുന്നേ എത്ര തവണ ഇറങ്ങാം എന്ന് പറഞ്ഞ് ചെറുക്കൻ വീട്ടുകാരും ഒരേ സമയം പെൺവീട്ടുകാരും ഒരേ സമയം. അത് കേൾക്കുന്ന സുശീലയുടെ കുഞ്ഞമ്മണി ചേച്ചി പറയാണ്, അതിന് ചെറുക്കൻ വീട്ടുകാരല്ലല്ലോ ആദ്യം വരേണ്ടത്, പെൺവീട്ടുകാരല്ലേ. അത് കേൾക്കുന്ന മന്ദാകിനി പറയാണ്, അത് എന്ത് സ്വഭാവം, എവിടുത്തെ ന്യായമാണ്, ആദ്യം വരേണ്ടത് ചെറുക്കൻ വീട്ടുകാരാണ്, ചെറുക്കൻ വീട്ടുകാരല്ലേ ആദ്യം എത്തേണ്ടത്, പെൺവീട്ടുകാർ പിന്നെയല്ലേ എത്തേണ്ടത്. അത് കേൾക്കുന്ന അമ്മാവൻ പറയാണ്, ആഹാ നിങ്ങൾ അങ്ങനെ ചോദ്യം പറയാനോ ഇതാവാനൊന്നും ആയിട്ടില്ല, ഇത് വെറുതെ വഴക്കിടുകയാണ്, നിങ്ങൾക്ക് അത്ര അധികാരമൊന്നും പാടില്ല, ഞങ്ങൾ ഇത്ര വലിയ മോശപ്പെട്ട കുടുംബത്തിലെ ഒന്നല്ല, തറവാടികളാണ് ഞങ്ങൾ എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ മന്ദാകിനി ചേച്ചി വീണ്ടും ഇടപെടുകയാണ്. അപ്പോഴേക്കും സത്യനും സോനയൊക്കെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. സച്ചിക്കും മിണ്ടാൻ കഴിയുന്നില്ല, സാവിത്രിക്കും മിണ്ടാൻ കഴിയുന്നില്ല, ഈ പറയുന്ന എന്തു ആർക്കും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. ഇവർ 4 പേരും കൂടി ഇങ്ങനെ കട്ടിപ്പിടി കൂടുകയാണ്. അപ്പോഴേക്കും കുഞ്ഞമ്മണി ചേച്ചിയല്ലേ, കുഞ്ഞമ്മണി ചേച്ചി ഒട്ടും മോശമല്ലല്ലോ, ഒത്തിരി ഓവറായി കുഞ്ഞമ്മണി ചേച്ചി പറയണേ, അതെ ചെറുക്കൻ വീട്ടുകാർക്ക് അതിൻ്റെതായ നിലയും വിലയും കൊടുക്കണം. സാധാരണ പെൺവീട്ടുകാർ മണ്ഡപത്തിൽ നിന്നതിന് ശേഷമല്ലേ ചെറുക്കൻ വന്ന് കയറല്ലേ, അങ്ങനെയല്ലേ നാട്ടുതടപ്പ്, ഇതെന്തോന്ന് പരിപാടിയാണ്, നിങ്ങളെ പണമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം കുഞ്ഞമ്മണി ചേച്ചിയുടെ സംസാരം ഒരുപാട് ഓവറാവണമെന്ന് കാണുമ്പോൾ അവിടെ സച്ചിയുടെ അമ്മാവനെ അങ്ങ് കേട്ട് നിൽക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ സുശീലയെ അതിന് കൂട്ടായിട്ട് നിന്നാണ് സംസാരിക്കുന്നത്. ശരിയാണ്, നിങ്ങളിൽ എത്തേണ്ടത് എന്ന അഹംഭാവത്തോടു കൂടി സുശീലയും സംസാരം തുടങ്ങണം. കാരണം സുശീലയുടെ സ്വഭാവം പതുക്കെ ഇങ്ങനെ പുറത്തോട്ട് വരാൻ തുടങ്ങി. ഒരിക്കലും എൻ്റെ മകൻ അവരുമായി വിവാഹം ആലോചിക്കുന്ന അവരുടെ ആവശ്യമാണ് എന്ന് വരുത്തി തീർക്കാനാണ് സുശീല നോക്കുന്നത്. പക്ഷെ തനിക്ക് വീഴുന്ന കെണിയാണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ കണ്ട് സുധൻ ചിരിക്കണം. പക്ഷേ ഡോക്ടർ അവിടെ എവിടെയൊക്കെയോ ഉണ്ട്. അങ്ങനെ ഡോക്ടറുടെ ആളുകൾ ഇങ്ങനെ ലൈവായി തന്നെ ഈ രവിക്കും ഈ ഡോക്ടർക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കണം. അത്രയും ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ആളുകളും അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ സച്ചിയുടെ അമ്മാവൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. നിങ്ങളെ ചെറുക്കൻ വീട്ടുകാരാണെന്ന് കരുതി എല്ലാത്തിനും ഞങ്ങളുടെ പേരിൽ കുറ്റമടക്കി പഞ്ചപുച്ഛം അടുങ്ങി പെൺവീട്ടുകാർ നിൽക്കണമെന്ന് എവിടുത്തെ നിയമില്ല, ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടിൽപ്പെട്ടവരാണ് എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്കും അത് ഒരു കൊള്ളാവുന്ന വാക്കാണ് തോന്നുന്നത്. അപ്പോൾ സച്ചിക്കും ഗോകുലിനും അത് ശരിയാണ്, സുശീല ഇപ്പം തന്നെ കളി തുടങ്ങിയെന്ന ആ അഹംഭാവം അവരിലും വരികയാണ്. അങ്ങനെ മൊത്തത്തിൽ 2 പേരും നായ്ക്കളെ പോലെ കടിപിടി കൂടൽ തുടങ്ങണം കേട്ടോ. ഇതേ സമയം സത്യനും ശ്യാമൊക്കെ ഇടപെടാണ്. കാര്യമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അത് വിട്ടേക്ക്, എന്തായാലും നേരം വഴുകില്ല, ഇനി അതിനെക്കുറിച്ച് പറയണ്ടെന്ന് പറഞ്ഞിട്ട് സത്യൻ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് എല്ലാവരെയും മണ്ഡപത്തിൽ കയറ്റാണ്. പക്ഷേ പിന്നീട് സത്യൻ്റെ ആ ഒരു മനസ്സിൻ്റെ നെഞ്ചിടിപ്പ് തോന്നുകയാണ്. കാരണം കുഞ്ഞമ്മണി ചേച്ചി അത് അറിഞ്ഞും കൊണ്ട് കളിക്കുകയാണ്. അപ്പോൾ സോന വന്നിട്ട് പറയാണ്, ആ സുധനങ്ങൾ ശ്യാമേട്ടൻ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ശ്യാമ പറയാം, ഞാൻ പറഞ്ഞില്ലേ പാമ്പിനെ നോവിച്ച് വിട്ടാൽ പാമ്പ് പിന്നെ പത്തിക്ക് തന്നെ കൊത്താൻ വരും എന്നുള്ളത്, അതാണിപ്പോൾ സുധനങ്ങൾ ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ശരിക്കും നിൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും അവർക്ക് വിട്ടുകൊടുത്തത് കൊണ്ട് തന്നെ ക്ഷണിക്കാൻ പാടില്ലാത്ത അതിഥിയെ ക്ഷണിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ സത്യം പറയണ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകാമെന്നാണ് തോന്നുന്നത്. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ തീപ്പൊരി വീണാൽ ഈ വിവാഹം തന്നെ ഇല്ലാതാവും എന്ന് പറയാൻ കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഇനി ഓരോ കാര്യങ്ങളും നീക്കാൻ. അവർക്ക് സംസാരിക്കാൻ ഒരു ഇട കൊടുക്കരുത് എന്നിങ്ങനെ സോനയോടും ഷ്യാമിനോട് പറയുന്നുണ്ട്. എപ്പോഴും കുഞ്ഞമ്മണി ചേച്ചിയുടെ നേർക്കൊരു കണ്ണ് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇനി നടക്കുന്നത് വിവാഹം നടക്കില്ല. ഇവരുടെ ഈ സുശീലയുടെ സ്വഭാവം പുറത്തോട്ട്, തനി സ്വഭാവം പുറത്ത് ചാടും. അതുകൊണ്ട് തന്നെ സത്യൻ്റെ വിവാഹം മുടങ്ങും. ഈ പറയുന്ന ഡോക്ടർ തന്നെയാണ് ഇന്ദുവിനെ കല്യാണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ സുശീല ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഇന്ദുവിൻ്റെ കല്യാണം ഞാൻ മുടക്കി ഈ ഒരു സ്ഥിതിയിലോട്ട് എത്തിച്ചത് ഇതിന് വേണ്ടിയായിരുന്നു എന്ന് അങ്ങ് പറയാണ്. അതോടുകൂടി ഈ സച്ചിക്കങ്ങ് ദേഷ്യം പിടിച്ച് ഈ വിവാഹം വേണ്ടെന്ന് സച്ചിയുടെ അമ്മാവനെ വെക്കുകയും ചെയ്യും. ഈ പറയുന്ന ഡോക്ടർ തന്നെ വിവാഹം കഴിക്കട്ടെ എന്ന തീരുമാനം എത്തൂട്ടാ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് കിടുകന്നെ ആയിരിക്കും. ഇനി ചീരുവിൻ്റെ കാര്യത്തിലാണ്. സത്യൻ്റെ വിവാഹം മുടങ്ങും, പക്ഷേ ചീരുവിൻ്റെ കാര്യം പറയാൻ വയ്യ. വിനയൻ്റെ മാറ്റം അതെന്തായാലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മാറ്റമാണ്. ഇപ്പം ഇങ്ങനെയൊക്കെ കാണുന്നെങ്കിലും വിനയൻ എന്നും അങ്ങനെയാണല്ലോ, എപ്പോഴാണ് നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ.